ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പയുടെ നാളത്തെയും അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന നെക്സ്റ്റ് എപ്പിസോഡിലെയും സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. വളരെ സംഭവബഹുലമായ കുറച്ച് കാര്യങ്ങളാണ് നാളെയും അത് കഴിഞ്ഞുള്ള ആഴ്ചയും നെക്സ്റ്റ് വീക്കും സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ഒരുപാട് സംഭവങ്ങൾ നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ കഥയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് അലീനയെ പറഞ്ഞു വിടാനായിട്ട് രാജീവൻ വരുന്നതും പിന്നെ രാജീവന് പറഞ്ഞയക്കുന്നതും വൈജയന്തി എങ്ങനെയാണ് തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ വരുന്നത് എന്നും അതുപോലെ അലീനയെ കാണാനായിട്ട് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചായനും വരുന്നതും അവരുടെ കൂടെ അലീനയെ ഇറക്കി വിടാൻ ശ്രമിക്കുമ്പോൾ ബാലചന്ദ്രൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ സ്റ്റോറിയിൽ പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്കുട്ടി അലീനയെ കാണാൻ വന്ന സമയത്ത് ബാലചന്ദ്രൻ എടുക്കുന്ന ഒരു ഡിസിഷൻ ഉണ്ട്. രേവതിക്കുട്ടിയെയും അലീനയെയും വിളിച്ചിട്ട് ബാലചന്ദ്രൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന രേവതിക്കുട്ടിയെയും അലീനയുമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്നും അതിലൊക്കെ എന്തൊക്കെയാണ് അവർ സംസാരിക്കുന്നതെന്നും എങ്ങനെയാണ് സ്റ്റോറി പോകുന്നതെന്നും ഒക്കെയുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ മഴത്തോരും മുൻപ് എന്ന് പറഞ്ഞ നോവല് വായിച്ചതിൻ്റെയും അതുപോലെ ഇനി വായിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോറി പറയുന്നത്. അപ്പോൾ പ്രമോ കണ്ടിട്ടും കൂടിയിട്ടാണ് നമ്മൾ സ്റ്റോറി പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ വൈജ വീട് വിട്ട് പോയേക്കാണ്. ഇനി അലീന വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ തിരിച്ചു വരുള്ളൂ എന്നാണ് വൈജ എടുത്തിരിക്കുന്ന ശപഥം. അങ്ങനെ അവസാനം കമല ശിവേട്ടനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും ശിവേട്ടൻ രാജീവിനെ വിളിച്ച് നാട്ടിലേക്ക് വരാൻ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാജീവൻ വീട്ടിലെത്തുന്നുണ്ട്, കൊല്ലപ്പള്ളിയിൽ എത്തുകയാണ്. അങ്ങനെ രാജീവൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് കമല പറയുന്നുണ്ട് നല്ല ഒരു മറുപടി ബാലചന്ദ്രന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ രാജീവൻ പറയുന്നത് വേണമെങ്കിൽ തല്ലാം കൊല്ലാം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ വൈജിയുടെ ഭർത്താവല്ലേ, അതുകൊണ്ട് അതൊന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ബാലചന്ദ്രൻ്റെ കാര്യമല്ല, ഞാൻ പറഞ്ഞത് ആ പെണ്ണില്ലേ അവളുടെ കാര്യമാണ് എന്ന് പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവരാകെ പേടിക്കുന്നുണ്ട്. കമല പറയുന്നുണ്ട് അതിനൊന്നും നിൽക്കണ്ട, നിനക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ളതല്ലേ സിംഗപ്പൂരിലേക്ക് തന്നെ, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട, നൈസായിട്ട് അവൾ അവിടെ നിന്ന് പിടിച്ചൊഴിവാക്കിയാൽ മാത്രം മതി എന്ന് പറയണം. വൈജിയും അത് തന്നെയാണ് പറയുന്നത്. അവളുള്ള ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് മാറി നിന്നിട്ട് രാജീവനും വൈജിയും കൂടി സംസാരിക്കുന്നുണ്ട്. അതായത് എന്തായിരിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ്, എന്തുകൊണ്ടായിരിക്കാം ബാലചന്ദ്രൻ ഇങ്ങനെ വൈജിയെ മാറ്റി നിർത്തുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നത്, എന്തായിരിക്കാം എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രാജീവൻ ഒരു സംശയം അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട്. ശിവേട്ടൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഗംഗേട്ടൻ വന്നിട്ട് നിന്നെ അടിച്ചു എന്നൊക്കെ, ആഗ്ര കഥയൊക്കെ മക്കളോട് പറയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെന്ന്, അതെന്താണ് കാര്യം എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട് അത് ശരിയാണ് രാജീവേട്ട, ഗംഗേട്ടൻ വന്നിട്ട് എന്നെ തല്ലുകയാണ് ചെയ്തത്, നിൻ്റെ ആഗ്ര കഥകളൊക്കെ മക്കളെടുത്ത് പറയും, അവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മീനച്ചിലാറ്റിൽ എറിയും എന്നൊക്കെയാണ് ഗംഗേട്ടൻ എന്നോട് പറഞ്ഞത്. എൻ്റെ കൂടെ നിൽക്കേണ്ട ആളല്ലേ ഗംഗേട്ടൻ, എന്നിട്ട് എനിക്ക് ഒപ്പോസായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പിന്നെ എങ്ങനെ ഗംഗേട്ടനെ വിളിക്കും വീണ്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറയാട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് ഗംഗേട്ടൻ എന്തായിരിക്കാം അങ്ങനെ പറയാൻ കാരണം, ഇനി അതിൻ്റെ എന്തെങ്കിലും സൂചന ബാലചന്ദ്രനെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ രാജീവേട്ടൻ ഒന്ന് പേടിപ്പിക്കാതിരിക്കുക, ഒന്നും മിണ്ടാതിരിക്കുക, അതിൻ്റെ ഒന്നും ഒരു കാര്യം ബാലചന്ദ്രനെ അറിയാൻ സാധ്യതയില്ല, ഒരു സാധ്യതയും ഇല്ല. ആര് പറഞ്ഞിട്ട് അറിയാനോ, ഇവിടെ കമലേട്ടത്തിക്ക് പോലും ഇത്രയും നാളായിട്ട് അറിയത്തില്ല. ആ സമയത്ത് കമലേട്ടത്തി വീട്ടിലുണ്ട്, എന്നിട്ട് പോലും കമലേട്ടത്തിക്ക് അറിയത്തില്ല, പിന്നെ ബാലചന്ദ്രൻ എങ്ങനെ ഇതൊക്കെ അറിയാനാണ് എന്നൊക്കെ ചോദിക്കുകയാണ് വൈജ. എന്താണെങ്കിലും നമുക്ക് ഉച്ച കഴിഞ്ഞ് കടപ്പാട്ടൂരിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയും മാമച്ചായനെയും ഗ്രേസമ്മയൊക്കെയാണ്. അവരിങ്ങനെ ഷെറിൻ്റെ കാര്യങ്ങൾ ആൻസി വിളിച്ച് പറഞ്ഞല്ലോ രേവതിക്കുട്ടിയോട്. ആ കാര്യങ്ങളൊക്കെ ചെന്നിട്ട് മാമച്ചായനോടും ഗ്രേസമ്മയോടും സംസാരിക്കുകയാണ് രേവതിക്കുട്ടി. എന്നിട്ട് പറയുന്നുണ്ട് ആൻസി ചേച്ചി വിളിച്ചായിരുന്നു, ആൻസി ചേച്ചി പറഞ്ഞു ഷെറിൻ ചേച്ചി മധുരയിൽ നിന്ന് വരുന്ന സമയത്ത് കൊച്ചു കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഷെറിൻ ചേച്ചിയുടെ കൂടെ ആയിരുന്നില്ല, അവരെവിടെ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ് ചെയ്തത്. മാസത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കാണിച്ചിട്ടില്ല. പിന്നീട് ആ കുഞ്ഞ് മരിച്ചു പോയെന്നോ എന്തോ, ആ കുഞ്ഞിന് എന്താ പറ്റിയത് എന്നൊന്നും അറിയത്തില്ല. പിന്നീട് ആ കുഞ്ഞിനെ പറ്റിയുള്ള ഒരു വിവരം ഇല്ലാതായപ്പോഴാണ് ഷെറിൻ ചേച്ചിക്ക് ഇങ്ങനെ അസുഖമൊക്കെ വന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ആൻസി ചേച്ചി പറഞ്ഞത് ശരിയാണെങ്കിൽ ടോണിച്ചായൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാണെന്നാണ് എൻ്റെ സംശയം എന്ന് പറയാണ്.
അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് അത് മാത്രമല്ല ടോണിച്ചായൻ്റെ നമ്പർ തന്നത് നമുക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, ഇനിയിപ്പോൾ ടോണിച്ചായൻ്റെ അഡ്രസ്സ് സംഘടിപ്പിച്ച് തരാമെന്ന് ആൻസി ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അലീന ചേച്ചിയെ കൊണ്ടുവരാനായിട്ട് പോകാമെന്ന്, നമുക്കൊരു ദിവസം അലീന ചേച്ചിയുടെ വീട്ടിലേക്ക് പോയാലോ? ആ ബാലചന്ദ്രൻ സാർ ഇത്രയും നാൾ ഹോസ്പിറ്റലൊക്കെ കിടന്നതല്ലേ, നമ്മളൊന്ന് പോയി അന്വേഷിച്ചില്ല, ചേച്ചി നമ്മുടെ കൂടെ വരുമായിരിക്കും, അപ്പോൾ നമുക്ക് പോയി കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എന്നാൽ ശരി നമുക്ക് നാളെ തന്നെ പോകാം, ഒരു ദിവസം പോകാം എന്ന് പറയണം. അപ്പം മാമച്ചായൻ പറയുന്നുണ്ട്, നാളെ വേണ്ട, നാളെ എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ട്, നാളത്തെ ദിവസം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ചൊടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പ്രോഗ്രാം? ആ ക്ലബിലെ പ്രോഗ്രാം എന്തെങ്കിലും ആയിരിക്കും അല്ലേ, അതൊക്കെ ഒന്ന് ഒരു ദിവസം ഒഴിവാക്കിക്കൂടെ എന്ന് പറയുമ്പോൾ, നീ എന്നെ ഭരിക്കാൻ വരണ്ട കേട്ടോ, ഇത് ക്ലബിലെ പ്രോഗ്രാം ഒന്നുമല്ല, മറ്റൊരു പ്രോഗ്രാമാണ്, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മറ്റന്നാൾ പോകാം എന്ന് പറഞ്ഞത് എന്ന് പറയാണ് മാമച്ചായൻ. ആ ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാജീവനും അതുപോലെ വൈജയും കൂടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോകുന്നതാട്ടോ. അപ്പം കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വൈജ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ ചെല്ലുകയാണ്. അലീനെ ഇറക്കി വിടാനായിട്ടാണ് രാജീവനെയും കൂട്ടിയിട്ട് ചെല്ലുന്നത്. ബാലചന്ദ്രനോട് നല്ല മറുപടിയൊക്കെ പറഞ്ഞ് നല്ല ഇതിലൊക്കെ ഒച്ചപ്പാട്ടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ ഡോറ് തുറക്കുന്നത് തന്നെ അലീനയാണ്. അലീനയെ കണ്ടതും വൈജയുടെ മുഖം ഭയങ്കര കല്ല് പോലെ ഇങ്ങനെ ആവുക കേട്ടോ. അപ്പം വൈജയെ നോക്കുന്നുണ്ട് രാജീവൻ. അപ്പോൾ അലീനയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതാണ് അവൾ അലീന എന്ന് പറയണം. അങ്ങനെ അലീന വൈജയെ കണ്ടിട്ട് കൂടെ ഒരാളെയും കണ്ടിട്ട് ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. അലീന പിന്നെ ഇവർ പെട്ടെന്ന് വൈജയും രാജീവും കൂടി അകത്തേക്ക് കയറി ചെല്ലാട്ടോ. വാ രാജീവേട്ടാന്ന് വിളിച്ചുകൊണ്ട് വൈജ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ അമ്മയെ ഒന്ന് കാണട്ടെ എന്ന് പറയാട്ടോ. അപ്പോൾ അമ്മ അവിടെ കിടക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജീവനാണെങ്കിൽ അമ്മയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി, രാജീവ മോനെ നീ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ലീവ് ഉണ്ടായിട്ട് വന്നതൊന്നും അല്ല അമ്മേ, ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ, ഇന്ന് രാവിലെ അവിടെ നിന്ന് പോന്നു, ഇന്ന് രാവിലെ ഇവിടെ എത്തുകയും ചെയ്തു എന്ന് പറയണം. അതെന്താ മോനെ നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അർജൻറ്റ് വിസിറ്റ് എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ എന്തൊക്കെയാണ് അമ്മ നടക്കുന്നത്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടല്ലോ, അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ വന്നതാണ് എന്ന് പറയാണ് രാജീവ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതേ മോനെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നീ വൈജയോടൊന്ന് സംസാരിക്കും മോനെ, അവൾ ഇവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങി പോയേക്കാണ്, കൊല്ലപ്പള്ളിയിലാക്കാൻ തോന്നുന്നു പോയേക്കുന്നത്, അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്, ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ പറയുന്നത്, നീ അവളോടൊന്ന് സംസാരിക്കും, അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ, അമ്മ ഇത് എന്തായി പറയുന്നത്, അമ്മ എന്ത് കാര്യത്തിനും അമ്മയുടെ മോൾക്ക് സപ്പോർട്ടായിട്ടല്ലേ നിൽക്കേണ്ടത്, അമ്മ പിന്നെ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്, വൈജയോട് സംസാരിക്കുന്നത്, അമ്മ സംസാരിക്കേണ്ടത് ബാലചന്ദ്രനോടല്ലേ, ബാലചന്ദ്രനല്ലേ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്, ബാലചന്ദ്രനല്ലേ ഒന്ന് ഒതുങ്ങേണ്ടത്, ബാലചന്ദ്രൻ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുന്നത്, അയാൾ എവിടെ കിടന്ന മനുഷ്യനാണ്, നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്തിരുന്ന് ഭക്ഷണം അമ്മ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് പോയിരുന്ന ആളല്ലേ, ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചതാണെന്ന് തോന്നുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ മോനെ അങ്ങനെയൊന്നും നീ പറയരുത്, ബാലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സഹനശക്തിയുള്ള, ഇത്രയും ക്ഷമയുള്ള, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല, എൻ്റെ മക്കൾക്ക് പോലും ഇല്ല ഇത്രയും സഹനശക്തിയും ഇത്രയും ക്ഷമയും നല്ലൊരു സ്വഭാവമൊന്നും, അത്രയും നല്ലൊരു മനുഷ്യനാണ്, അപ്പോൾ അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം കാണും. വൈജ അത് പറയാൻ തയ്യാറാകുന്നില്ല, വൈജയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ വൈജ ആണയിട്ട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല എന്ന്, പിന്നെ അമ്മ എന്താണ് ഇങ്ങനെ ഏത് സമയം അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയണം. എന്നിട്ട് രാജീവൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഞാൻ ബാലചന്ദ്രനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഒരു തീരുമാനമെടുക്കാം, പിന്നെ ബാലചന്ദ്രൻ്റെ കൂടെ കൂടിയിട്ട് അമ്മ എന്തിനാണ് ആ പെണ്ണിനെ ഇവിടെ പിടിച്ച് വെച്ചേക്കുന്നത്, അമ്മയ്ക്ക് പറയാൻ പാടില്ലേ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് ചോദിക്കുകയാണ് രാജീവൻ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാവരുടെ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു കുട്ടിയാണത്, അതിനെക്കൊണ്ട് യാതൊരു കുഴപ്പമില്ല, ഈ വീട്ടിൽ എന്നെ നോക്കാനായിട്ട് ഹോം നേഴ്സായിട്ട് വന്ന കുട്ടിയാണ്, എന്നിട്ട് അവൾ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നു, വൈദ്യ ചെയ്യിപ്പിക്കുന്നതാണ്, എന്നാൽ അതിനൊരു പരാതിയുണ്ടോ, അതുമില്ല, എന്ത് ജോലി പറഞ്ഞാലും അത് ചെയ്തോളും, ഒരു കുഴപ്പമില്ല എന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കാം, ശരിക്കും പറഞ്ഞാൽ വൈജയുടെ സംസാരത്തിൽ നിന്ന് അവളെ പറ്റിയിട്ട്, ആ അലീനയെ പറ്റിയിട്ട് വളരെ മോശമായിട്ടൊന്നും കിട്ടില്ല, തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെറ്റുമില്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ തെറ്റുകളൊന്നും വരുന്നില്ല, പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, വൈജയ്ക്ക് അവളെ ഇഷ്ടമല്ല, അത് തന്നെ അമ്മയെ പ്രശ്നം, വൈജയ്ക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ പെണ്ണിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്, ഇത് വൈജയുടെയും ബാലചന്ദ്രൻ്റെയും കുടുംബമല്ലേ, അല്ലാതെ ആ പെണ്ണിൻ്റെ കുടുംബമൊന്നുമല്ലല്ലോ, അവൾ ആരാണ് ഇവിടുത്തെ, അവളെ ഇവിടുന്ന് പറഞ്ഞയക്കല്ലേ വേണ്ടത്, നമ്മുടെ കുടുംബമല്ലേ എല്ലാവരും മുൻഗണന കൊടുക്കുന്നത്, അല്ലാതെ ഇവിടുന്നോ വന്ന് കയറിയ ഒരു വേലക്കാരി പെണ്ണിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ പിടിവലി നടത്തിയ വാശിയും വൈരാഗ്യമൊക്കെ കൊണ്ട് നടക്കുന്നത് എന്ന് പറയാണ്
രാജീവൻ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കറിയില്ല മോനെ എന്താ ഇവിടെ സംഭവിക്കുന്നത്. ഞാനും എല്ലാവരുടെയും ഇത് കേട്ടിട്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞതാണ്, എന്നാൽ നീ കുറച്ച് ദിവസം മാറി നിൽക്കുമെന്ന്. അപ്പോൾ അവൾ പറയുന്നത് ബാലചന്ദ്രൻ സാറ് പറയാതെ പോകാൻ പറ്റില്ല എന്നാണ്. അത് ഒരു തക്കതായ കാരണമുണ്ട്. ബാലചന്ദ്രൻ അവളെ കർശനമായിട്ട് വിലക്കിയേക്കാണ്, ബാലചന്ദ്രൻ പറയാതെ പോവരുത് എന്ന് പറയാണ് മുത്തശ്ശി. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ബാലചന്ദ്രനെ ഒന്ന് കാണട്ടെ, അതിനുശേഷം എനിക്ക് അവളെയും ഒന്ന് കാണണം, എന്നിട്ട് ഞാൻ വേണ്ടതൊക്കെ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാനൊന്ന് ബാലചന്ദ്രനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാജീവൻ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ രാജീവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഹാളിൽ തന്നെ വൈജ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ രാജീവനുള്ള ചായയും സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ രാജീവനെ നോക്കിയിട്ട് സാർ ചായ കുടിക്കാമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എനിക്ക് ചായ എടുത്തു തരാൻ നീ എൻ്റെ ആരാണ്, എൻ്റെ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ സാറിന്. അപ്പോൾ അലീനയ്ക്ക് ആകെ എന്തോ വല്ലായ്മ തോന്നുക കേട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അപ്പോൾ എനിക്ക് ചായ എടുത്തു തരാൻ എൻ്റെ സഹോദരി ഇവിടെ ഉണ്ട്, സഹോദരിയുടെ മക്കളുണ്ട്. ഞാൻ വന്നത് നിൻ്റെ വീട്ടിലേക്കല്ലോ നീ എന്നെ സൽക്കരിക്കാൻ എന്ന് ചോദിക്കുകയാണ്. അലീന ആകെ പകച്ചു പോകട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരിയാണ്, ഇതെൻ്റെ വീടല്ല, ഞാൻ എൻ്റെ വീട് പോലെ കാണുന്നു അത്രമാത്രം. ഇത് സാറിൻ്റെ സഹോദരിയുടെ വീടാണ്, സാറിൻ്റെ സഹോദരിയുടെ കുടുംബമാണ്. പക്ഷേ ഇവിടെ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ജോലി ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ ജോലിയൊക്കെ മതി, നിർത്തിക്കോ, ഇന്ന് തന്നെ ഇവിടെ നിന്ന് പൊക്കോ, ഇനി നിന്നെ ഇവിടെ ആവശ്യമില്ല എന്ന് പറയണം. അപ്പോൾ രാജീവനോട് അലീന പറയുന്നുണ്ട്, ശരി സാർ, ഞാൻ എന്നേ പോവാൻ തയ്യാറാണ്, പക്ഷേ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, ബാലചന്ദ്രൻ സാർ സമ്മതിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയണം. ബാലചന്ദ്രൻ സമ്മതിക്കും, ഇന്ന് ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, നിൻ്റെ ചായയും സൽക്കാരമൊക്കെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ കാണാനായിട്ട് പോവാണ് രാജീവൻ. അന്നേരം അലീന ഇങ്ങനെ വൈജയെ നോക്കുമ്പോൾ, നീ തീർന്നടി, നീ ഇന്നുകൂടി ഇവിടെയുള്ളൂ, ഇറങ്ങാൻ റെഡി ആയിക്കോ എന്നുള്ള ഒരു ഭാവത്തിൽ അലീനയെ ഇങ്ങനെ നോക്കുകയാണ് വൈജ. പിന്നീട് കാണിക്കുന്നത് രാജീവനാണെങ്കിൽ ബാലചന്ദ്രനെ കാണാനായിട്ട് ചെല്ലുക കേട്ടോ. അങ്ങനെ രാജീവൻ ചെന്നിട്ട് ഡോറിൽ ഇങ്ങനെ മുട്ടുമ്പോൾ ആ തുറന്നോ കയറിപ്പോര് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ രാജീവനാണ് വന്നേക്കുന്നത് എന്ന് അറിയില്ലല്ലോ ബാലചന്ദ്രന്. അങ്ങനെ അകത്തേക്ക് കയറി വന്ന ആളെ കണ്ടിട്ട് ബാലചന്ദ്രന് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. രാജീവ് എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് രാവിലെയാണ് വന്നത് എന്ന് പറയണം. എന്താ ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഓടി വരാൻ, ഭാര്യയും മക്കളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും വന്നില്ല, ഞാൻ മാത്രമേ വന്നുള്ളൂ, ഒരു അർജൻറ്റ് കാര്യം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറയണം. എന്താ ഇപ്പം ഇത്ര അർജൻറ്റ് കാര്യം ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അല്ല, ബാലചന്ദ്രൻ എന്താ ഒന്നും അറിയാത്ത ഒരു പൊട്ടന്മാരെ പോലെ സംസാരിക്കുന്നത്, വൈജി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ, അത് അവൾക്ക് ഇവിടെ താല്പര്യമില്ലാത്തതുകൊണ്ട്, ഇവിടെ താമസിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി എന്ന് പറയണം. എന്നിട്ട് ബാലചന്ദ്രൻ എന്താണ് അവളെ തിരിച്ചു വിളിക്കാത്തത്, എന്ത് നിലപാടാണ് ബാലചന്ദ്രൻ എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ താമസിക്കാൻ താല്പര്യമില്ലാത്തവർ ഇവിടെ നിന്ന് പോകുന്നു, അത്ര തന്നെ, അത് അവരുടെ ഇഷ്ടമാണ്, അതിൽ ഞാൻ കൈകടത്താൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്താണ് ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിങ്ങളുടെ കുടുംബമല്ലേ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, അത് മാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രനോട് രാജീവ്. അപ്പോൾ രാജീവിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ എന്നെ ഗുണദോഷിക്കാനും എന്നെ നന്നാക്കാനും വേണ്ടിയിട്ടാണോ രാജീവ് ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്, നിങ്ങൾ ഇന്ന് തന്നെ ആ അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിനാണോ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത്, ഒരു ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ അപ്പോഴേ അനുസരിക്കുമായിരുന്നല്ലോ, ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടായില്ലല്ലോ എന്ന് പറയാട്ടോ. അപ്പോൾ അതൊരു കളിയാക്കലായിട്ട് രാജീവന് മനസ്സിലാവാണ്. രാജീവൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇങ്ങനെ പരിഹസിക്കേണ്ട, നിങ്ങൾ ഇന്ന് തന്നെ അവളെ പറഞ്ഞയക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, അവൾ ഇവിടെ തന്നെ ഉണ്ടാകും, അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കത്തില്ല എന്നിങ്ങനെ പറയുകയാണ് ബാലചന്ദ്രൻ രാജീവിൻ്റെ അടുത്ത്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്, എവിടുന്നോ വന്ന് കയറിയ ഒരു വേലക്കാരി പെണ്ണിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വാശി പിടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, വാശി ഞാനല്ല പിടിക്കുന്നത്, രാജീവിൻ്റെ സഹോദരിയാണ്, അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അമ്മയുടെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ആ പെണ്ണ് ഭയങ്കര നന്നായിട്ട് നോക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അവളെ പറഞ്ഞയക്കാൻ പറ്റത്തില്ല, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും നാൾ ഞാൻ വൈജയുടെ എല്ലാം സഹിച്ചാണ് ഞാൻ ജീവിച്ചത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ സന്തോഷവാനായിരുന്നോ എന്ന് എൻ്റെ മക്കൾ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതിലെനിക്കൊരു മറുപടി കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല, അത്രയും ഒരു ലൈഫായിരുന്നു ഞാൻ ജീവിച്ചത് എന്നൊക്കെ പറയാണ്. ഇനി എനിക്ക് അങ്ങനെ പറ്റത്തില്ല, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം കൂടി ഞാൻ ക്ഷമിക്കും, നാളെ നേരം വെളുക്കുമ്പോൾ ആ പെണ്ണിനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കത്തില്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയാം.
എന്നിട്ട് പറയുന്നുണ്ട് വൈജയും കൂട്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തൽക്കാലം വൈജയെ ഞാൻ കൊണ്ടുപോകുന്നില്ല. വൈജ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. വൈജയെ ഞാൻ ഇവിടെ തന്നെ നിർത്തുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ നിൽക്കാം എന്ന് തന്നെ പറയണം. അപ്പോൾ കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ബാലചന്ദ്രൻ അവിടെ മാറി നിൽക്കുമ്പോൾ രാജീവൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് വൈജ അവിടെ നിൽക്കുന്നത് രാജീവൻ കാണുന്നത്. അപ്പോൾ രാജീവൻ ഇങ്ങനെ വൈജയെ നോക്കുമ്പം വൈജ അകത്തേക്ക് കയറി വരികയാണ്. കണ്ടു രാജീവേട്ട, ഇതാണ് അവസ്ഥ. ഞാനിവിടെ വേണ്ട, ഞാനിവിടെ ഒരു കാര്യവും ചെയ്യേണ്ട, എല്ലാം അവൾ മതി. അവൾ ആരാണ് ബാലചന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ അന്വേഷിക്കാൻ? എൻ്റെ സ്ഥാനം അവൾക്ക് തീരെഴുതി കൊടുക്കുകയാണോ ബാലചന്ദ്രൻ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ, എടി എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കും, ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് അവളുടെ നേരെ ആക്രോശിച്ച് ചെല്ലുമ്പോൾ, അത് വേണ്ട ബാലചന്ദ്ര, എൻ്റെ മുന്നിലിട്ട് എൻ്റെ സഹോദരിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിന്നാൽ എൻ്റെ സ്വഭാവം ഇതായിരിക്കത്തില്ല എന്ന് പറയാട്ടോ. നീ എന്ത് ചെയ്യും? ഇവൾ എൻ്റെ ഭാര്യയാണെങ്കിൽ എന്നെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവൾക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇവൾക്ക് ഇവിടെ നിന്ന് പോകാം. ഞാനിവിടെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല ആരെയും എന്ന് പറയണം. അപ്പോൾ ഇനി എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ നിൽക്കുമ്പോൾ പിന്നെ ഇവർ സംസാരിക്കാൻ തുടങ്ങുമ്പോഴൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. നീ വാ വൈജി എന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ വൈജിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വൈജയോട് രാജീവൻ പറയുന്നുണ്ട്, എന്തോ കാര്യമായിട്ടുള്ളൊരു കുഴപ്പം ബാലചന്ദ്രന് പറ്റിയിട്ടുണ്ട്, അതെന്താണെന്ന് പിടി കിട്ടുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിനൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. തൽക്കാലം ഈ ഒരു സിറ്റുവേഷനിൽ അവനോട് സംസാരിച്ചാൽ ശരിയാവത്തില്ല. ഞാൻ ഇന്ന് പോയിട്ട് നാളെ വരാം, നാളെ വന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയ് പറയുന്നുണ്ട്, രാജീവട്ടം മാത്രം പോകണം, ഞാനും വരുന്നു, ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ശരിയാവത്തില്ല വൈജയ്, നീ ഇവിടെ തന്നെ വേണം. നീ നിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ പേടിച്ചും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട യാതൊരു കാര്യവുമില്ല, നീ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയണം. അത് രാജീവട്ടം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഞാൻ അവളെ കാണട്ടെ, അവളടുത്ത് ഞാൻ സംസാരിക്കട്ടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ ആ കിച്ചൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇവരിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അലീന ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ രാജീവൻ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ എവിടുന്നാണ് വന്നത്, നിൻ്റെ പേരെന്താന്നൊക്കെ ചോദിച്ചു അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കണം. അപ്പോൾ അവളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിന്നോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞതല്ലേ വൈജ, പിന്നെ നീ എന്താണ് പോവാത്തത് എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയാത്തത് കൊണ്ടാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയാണെന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ പറയുന്നു നിന്നോട് പോവാൻ, നീ ഇന്ന് പൊക്കോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ മുകളിൽ വന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഇന്ന് എങ്ങോട്ട് പോകുന്നില്ല, അവൾ ഇവിടെ തന്നെ ഉണ്ടാകും, അതിനുവേണ്ടി ആരും നിൽക്കണ്ട എന്ന് പറയട്ടോ. അതും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവണം. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം കൂടി നിനക്ക് സമയം തരാം, ഞാൻ വന്നിട്ടുള്ളത് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ച് ഈ കുടുംബം നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ഇന്നൊരു ദിവസം നിനക്ക് സമയം തരാം, നാളെ നീ ഒരു തീരുമാനത്തിൽ എത്തിയേക്കണം എന്ന് പറഞ്ഞിട്ട് രാജീവൻ വൈജയോട് യാത്ര പറഞ്ഞു പോകണം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാനും വരുന്നു രാജീവേട്ടെന്ന് പറയുമ്പോൾ, വേണ്ട, നീ ഇവിടെ തന്നെ ഉണ്ടാവണം, ഇത് നിൻ്റെ വീടാണ്, നിൻ്റെ വീട് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നീ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയെ അവിടെ നിർത്തിയും കൊണ്ടാണ് രാജീവൻ തിരിച്ചു പോകുന്നത് കേട്ടോ. അങ്ങനെ രാജീവൻ തിരിച്ചു പോവുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വൈജ അലീനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പിന്നെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശിയോട് പറയുന്നുണ്ട്, സാറ് പോയി എന്ന് പറയട്ടോ, മുത്തശ്ശിയുടെ മോൻ പോയി എന്ന് പറയണം. പോയോ, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അവൻ ബാലചന്ദ്രനോട് സംസാരിച്ചോ, നിന്നോട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നോട് സംസാരിച്ചു മുത്തശ്ശി, എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു, എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് മുത്തശ്ശി, സാറ് സമ്മതിക്കുന്നില്ലല്ലോ, ഞാൻ എന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല കുഞ്ഞ്, ഇതിന് എന്ത് മറുപടി നിനക്ക് തരണമെന്ന്, എന്താണെങ്കിലും എല്ലാം നന്നായി വരട്ടെ എന്നിങ്ങനെ പറയണം മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് കൊല്ലപ്പള്ളിയിലെ വീടാണ്. മനുവും അതുപോലെ രാജീവും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മനുവിൻ്റെ അടുത്ത് രാജീവ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് പോയിട്ട് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അവളെ മുത്തശ്ശൻ സെലക്ട് ചെയ്തതാണ്, മുത്തശ്ശൻ്റെ കൂടെ ഞാൻ കാണാൻ പോയി, മുത്തശ്ശൻ അവർക്ക് വാക്ക് കൊടുത്തിട്ട് വന്നതാണ്, മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത് അവളെ കൈവിട്ട് കളയരുത്, അവളെ കൊണ്ടുവന്ന് ഇവിടെ ജോലിയിൽ നിർത്തണം, അത് കഴിഞ്ഞാലും ഇനിയിപ്പോൾ മുത്തശ്ശിയുടെ ആവശ്യം കഴിഞ്ഞാലും അവളെ ഉപേക്ഷിക്കരുത്, അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിയിട്ട് എൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് അവളെ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അച്ഛന്, നിനക്കെങ്കിലും ബോധം വേണ്ട, അച്ഛന് അത്രയും ബോധം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആ വീട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്കിൾ, അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് വൈജയൻ്റി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ, നീ എന്തറിഞ്ഞിട്ടാണ് മനു സംസാരിക്കുന്നത്, നമ്മളെല്ലാവരും വൈജയുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടതല്ലേ, എന്നിട്ട് നീ വൈജയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കണം. ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നാണ് സംസാരിക്കുന്നതെന്ന് മനു പറയുന്നുണ്ട്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, എന്നാലും ഞാൻ വന്നിട്ടുള്ളത് ഇതിന് രണ്ടിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അവളെ അവിടെ നിന്ന് പറഞ്ഞയച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ, നീ അതിനിടയ്ക്ക് കയറി വന്ന് അഭിപ്രായം പറയാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ പോവാട്ടോ. പിന്നീട് കാണിക്കുന്നത് രാജീവൻ പിറ്റേ ദിവസം വീണ്ടും
അവിടെ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ, കടപ്പാട്ടൂർ വീട്ടിൽ പോകുന്നുണ്ട്. പക്ഷേ രാജീവിന് എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് ബാലചന്ദ്രൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കുന്നുണ്ട് കേട്ടോ രാജീവന്. അലീനയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് രാജീവൻ ചെല്ലുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ രാജീവൻ അലീനയോട് പറയുന്നുണ്ട്, നിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്ക്, ഇന്ന് നീ ഇവിടെ നിന്ന് പോവുകയാണ്, എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അവളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വൈജിക്കും മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കൃഷ്ണമോളെ കുറച്ച് ദിവസമായിട്ട് എപ്പിസോഡിൽ കാണിക്കുന്നില്ല കേട്ടോ, കൃഷ്ണമോളില്ല, ബാക്കി 2 പേരുമാണ് ഉള്ളത്. അപ്പോൾ അലീന അതിനൊന്നും മിണ്ടുന്നൊന്നുമില്ല. അലീന ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ, നീ പറഞ്ഞത് കേട്ടില്ലേ, നിന്നോട് ഇവിടെ നിന്ന് ഇന്ന് പോവാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, കേട്ടു സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ബാലചന്ദ്രനോട് നീ സംസാരിക്കാൻ നിൽക്കണ്ട, ബാലചന്ദ്രനോട് അനുവാദം ചോദിക്കാനും നിൽക്കണ്ട, നീ ആരോടും അനുവാദം ചോദിക്കേണ്ട, നിന്നോട് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞിരിക്കുന്നു, നീ ഇവിടെ നിന്ന് പൊക്കോ എന്ന് മാത്രം പറയാണ് രാജീവൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് സാറിനോട് പറയാതെ പോവാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, സാറിനോട് ഞാൻ പറഞ്ഞോളാം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ബാലചന്ദ്രൻ അനുസരിക്കുള്ളൂ, നീ പോകാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചോ, എവിടെയാണെന്ന് വെച്ചാൽ നിന്നെ ഞാൻ കൊണ്ടുവിട്ടുതരാം ബസ് സ്റ്റോപ്പിലേക്ക് എന്നൊക്കെ രാജീവൻ പറയുമ്പോൾ, വേണ്ട സാർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. എന്നാൽ ശരി, പോവാൻ റെഡി ആയിക്കോ, ഞാൻ ബാലചന്ദ്രനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാജീവൻ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലണം. അങ്ങനെ രാജീവൻ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, അലീന ഇന്ന് ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയുമ്പോൾ, ആണോ, ശരി, അലീന എങ്ങോട്ടേക്കാണ് പോകുന്നത്, രാജീവ് അവളെ സിംഗപ്പൂരിലേക്ക് എങ്ങാനും കൊണ്ടുപോവുകയാണോ എന്ന് ചോദിക്കേട്ടാ. നീ എന്തൊക്കെയാണ് ബാലചന്ദ്ര ഈ പറയുന്നത്, ഞാൻ എന്തിനാണ് അവളെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ല വേണമെങ്കിൽ കൊണ്ടുപോകാമല്ലോ, അവിടെ വല്ല ജോലിക്കാരിയുടെ ആവശ്യമുണ്ടെങ്കിലും എന്നൊക്കെ പറയട്ടോ. എനിക്ക് അവിടെ ജോലിക്കാരിയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ അവളെ കൊണ്ടുപോകുന്നില്ല, അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണെന്ന് പറയാണ് രാജീവൻ. അത് കേട്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു പുച്ഛത്തിൽ ചിരിക്കുകയാണ്. നീ എന്താ ബാലചന്ദ്ര ഇങ്ങനെ കളിയാക്കുന്നത്, ഇങ്ങനെ ചിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഒന്നുമില്ല, നിങ്ങൾ എന്തിനാണ് അവളെ പറഞ്ഞേക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കട്ടോ. എൻ്റെ അനിയത്തിയുടെ, എൻ്റെ സഹോദരിയുടെ ജീവിതം സുരക്ഷിതമാക്കണം, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഈ പ്രശ്നങ്ങൾ തീരില്ലേ എന്നുള്ളതല്ല, ആ പെൺകുട്ടി ഇവിടെ നിൽക്കുന്നത് വൈജയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവളെ പറഞ്ഞയച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയണം. ഓക്കെ ശരി, നിങ്ങൾക്ക് പറഞ്ഞയച്ചോളൂ, പക്ഷേ അതിനു മുൻപ് എൻ്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ രാജീവനോട്. എന്താണ് ബാലചന്ദ്രന് ചോദിക്കാനുള്ളത്, ചോദിക്കുക എന്ന് പറയുമ്പോൾ, എനിക്ക് കൂടുതലായിട്ടൊന്നും ചോദിക്കാനൊന്നുമില്ല, ഞാൻ ഗംഗേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് രാജീവ് പറഞ്ഞു തന്നാലും മതി, ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയണം. എന്താണ് നിനക്ക് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, വൈജ ആഗ്രയിലായിരുന്നില്ലേ കുറച്ച് നാൾ താമസിച്ചിരുന്നത് എന്ന് ചോദിക്കാട്ടോ. അത് കേട്ടപ്പോൾ രാജീവിനൊന്ന് ഷോക്കാവുന്നുണ്ട്. അതേ, ആഗ്രയിലായിരുന്നു ഗംഗേട്ടൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ, ആഗ്രയിൽ നിന്ന് വൈജ വന്നിട്ട് 1 വർഷത്തോളം തിരുവനന്തപുരത്ത് പോയി താമസിച്ചല്ലോ, അതെന്തിനായിരുന്നു എന്ന് ചോദിക്കുകയാണ്. തിരുവനന്തപുരത്ത് രാവുണ്യമ്മാവൻ്റെ വീടുണ്ടായിരുന്നല്ലോ, അവിടെ പോയി കുറച്ച് നാൾ താമസിച്ചു, അത്ര തന്നെ. നമ്മൾ എവിടെയെങ്കിലും പോയി താമസിക്കുമ്പോൾ 1 വർഷം മാത്രമൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് താമസിക്കുമോ, അവിടെ എന്തിനായിരുന്നു 1 വർഷത്തോളം താമസിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അവൾ അവിടെ ഒരു കോഴ്സ് എന്തോ പഠിക്കുകയായിരുന്നു, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ. എന്ത് കോഴ്സ്, എന്നിട്ട് എനിക്കറിയത്തില്ലല്ലോ അവൾ അവിടെ എന്തൊരു കോഴ്സാണ് പഠിച്ചത് എന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, എന്തോ ഒരു കമ്പ്യൂട്ടർ കോഴ്സോ അങ്ങനെ എന്തോ പഠിച്ചായിരുന്നു എന്ന് പറയട്ടോ. എന്നോട് ഇനി ഇങ്ങനെ പറഞ്ഞു കിടന്ന് ഉരുളാൻ നിൽക്കണ്ട, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വൈജ പ്രസവിച്ച കുഞ്ഞിനെ നിങ്ങളെല്ലാം കൂടി എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും രാജീവ് ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. നീ എന്തൊക്കെ ബാലചന്ദ്രൻ പറയുന്നത്, എന്തൊക്കെ നോൺസെൻസ് ആയി പറയണമെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് നോൺസെൻസ് ആണെങ്കിൽ നിങ്ങളുടെ സഹോദരി ചെയ്തത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. വഞ്ചനയല്ലേ എന്നോട് ചെയ്തത്, ഞാനൊന്നും അറിയില്ല എന്നാണോ കരുതിയത്, ഞാനൊരു വെറും മണ്ടനാണെന്നാണോ കരുതിയത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് ഇങ്ങനെ ആക്രോശിച്ച് ഇങ്ങനെ സംസാരിക്കണം രാജീവിൻ്റെ അടുത്ത്. രാജീവിന് ഒരു വാക്ക് പോലും മറുത്ത് പറയാൻ പറ്റുന്നില്ല കേട്ടോ. എന്നോട് ഈ വഞ്ചനയും ചതിയും ചെയ്ത നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജീവ് ഇപ്പം താഴേക്ക് ഇറങ്ങി വരും, അലീനയെ പറഞ്ഞേക്കുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് വൈജ. അങ്ങനെ അവിടെ നടക്കുന്നതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ബാലചന്ദ്രൻ നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജീവിന് ഒന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. ആ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും കൂടി കൊന്നു കളഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ബാലചന്ദ്ര എന്ന് പറയണം. ലാസ്റ്റ് ബാലചന്ദ്രൻ്റെ അടുത്ത് രാജീവ് എല്ലാം കുറ്റസമ്മതം നടത്തുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, അച്ഛനും രാവണ്യമ്മാവയും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് അറിയത്തുള്ളൂ, അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി, നിനക്കത് ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, ക്ഷമിക്കാനോ, 22-23 വർഷത്തോളം ഞാനിവിടെ ജീവിച്ചത് എങ്ങനെയാണെന്ന് രാജീവിന് അറിയത്തില്ലല്ലോ, ആ ഒരു ജീവിതം ഒരാൾക്കും വരല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. നിങ്ങളുടെ പെങ്ങളുടെ ആട്ടും തുപ്പും സഹിച്ച് അവൾ പറയുന്നത് കേട്ട് അവളുടെ ഒരു പട്ടിയെ പോലെയായിരുന്നു ഞാൻ ജീവിച്ചത്. ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടും അവൾ എന്നോട് ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനത്തെ ഒരു ഷോ ആയിരുന്നു. ഇനി എനിക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഈ വീട്ടിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. രാജീവിന് മറ്റൊന്നും പറയാനില്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് രാജീവിനെ പറഞ്ഞേക്കാണ്. അപ്പോൾ അലീനെ എന്തായാലും തിരിച്ച് പറഞ്ഞേക്കില്ല എന്ന് രാജീവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ രാജീവൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ.
രാജീവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വൈജ ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി, എന്ത് പറഞ്ഞു രാജീവേട്ട, എന്താണ് ബാലചന്ദ്രൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ വൈജയോട് ഒന്നും പറയുന്നില്ല കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് നിങ്ങളുടെ സഹോദരിയെ വിശ്വസിപ്പിക്കാൻ നിങ്ങളുടെ സഹോദരിയോട് പറയാം, പക്ഷേ അതിൻ്റെ പരിണിത ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ആയിരിക്കും. പിന്നെ ഞാൻ അവളെ ഇവിടെ വെക്കത്തില്ല. ഒരു പക്ഷേ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ എന്തായാലും അവളെ ഉപേക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രശ്നം മുന്നോട്ട് കൂടുതൽ വഷളായി പോകും, അതുകൊണ്ട് വേണ്ടത് ചിന്തിച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊന്നും വൈജയോട് രാജീവൻ പറയുന്നില്ല. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി വൈജയ്, പക്ഷേ അയാൾ അടുക്കുന്നില്ല, ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയട്ടോ. രാജീവേട്ടന് ഒരെണ്ണം കൊടുത്തുവിടായിരുന്നോ, ഇവൾക്ക് ഒരെണ്ണം കൊടുത്ത് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിന് പറ്റത്തില്ല എന്ന് പറയണം. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഇനി ബാലചന്ദ്രൻ പറയുന്നതും കേട്ടിട്ട് കുറച്ചൊക്കെ ഒന്ന് അതനുസരിച്ച് ജീവിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് രാജീവൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ രാജീവൻ്റെ അടുത്ത് നിന്നും കിട്ടാനുള്ളതൊക്കെ വൈജയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈജയാണെങ്കിൽ ആകെ തകർന്നു പോയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അലീനയാണെങ്കിലൊക്കെ പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അലീനയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ രാജീവ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഒരു വിജയഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അലീന. വിജയഭാവത്തിലല്ല, ഒരു വിഷമം ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വൈജയ്ക്ക് തോന്നുന്നത് അവളൊരു വിജയഭാവത്തിൽ നിൽക്കുന്നത് പോലെയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ വിജയിച്ചു എന്ന് കരുതണ്ട, എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വൈജയും റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും അലീനയെ പറഞ്ഞയക്കാൻ സാധിച്ചില്ല. പിന്നീട് ഒരു ദിവസമാണ് നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചാനും ഗ്രേസമ്മയും കൂടിയിട്ട് അലീനയെ കൊണ്ടുപോകാനും കാണാനും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വൈജ വളരെ മോശം സ്വീകരണമാട്ടോ അവർക്ക് കൊടുക്കുന്നത്. അലീന ഇവിടെ നിൽക്കുന്നതിനൊക്കെ ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചാനും രേവതിക്കുട്ടിയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ അലീന ചേച്ചിയെ കൊണ്ടുപൊക്കോളാം എന്നൊക്കെ പറയുമ്പോൾ, കൊണ്ടുപൊക്കോ, ആർക്ക് വേണം ഇവളെ, ഇവിടെ നിന്ന് എത്ര ദിവസമായി പോകാൻ പറയുന്നു, പോയി തരേണ്ടേ ഒന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചാനൊക്കെ അലീനയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പക്ഷേ വൈജയാണെങ്കിൽ അവരോട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അലീനയ്ക്ക് അതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അലീനയെ കണ്ട ഉടനെ തന്നെ രേവതിക്കുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ. അത് കണ്ടിട്ട് ഗ്രേസമ്മയ്ക്കും മാമച്ചാനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഗ്രേസമ്മേനും മാമച്ചാനെയൊക്കെ അലീന നല്ല രീതിയിൽ വീട്ടിലേക്ക് സ്വീകരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വൈജ ഭയങ്കര മോശമായിട്ടാണ് അവരോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വാ ആൻറ്റി നമുക്ക് മുത്തശ്ശിയെ കാണാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പം ഇതാണ് മുത്തശ്ശി, എൻ്റെ രേവതിക്കുട്ടി എന്ന് പറയുമ്പോൾ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള ഒരുപാട് വിശേഷങ്ങൾ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് രേവതിക്കുട്ടിയും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഗ്രേസമ്മയോടും മാമച്ചാനോടും, നിങ്ങൾ വളരെ നല്ല ആൾക്കാരാണ്, ഇവളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കും ഒക്കെ ചെയ്യുന്നില്ലേ എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് കിട്ടിയ പുണ്യമാണ് ഈ രേവതിക്കുട്ടി, ആ പുണ്യം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് അലീനയാണെന്നും കൂടി പറയാം കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇവളും നല്ല കുഞ്ഞാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അലീനയെ, പക്ഷേ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുമ്പോൾ, മുത്തശ്ശിയുടെ മോൾക്ക് ഇഷ്ടമല്ലാതെ എൻ്റെ ചേച്ചി എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. എന്ത് ചെയ്യാനാ കുഞ്ഞ് എന്നിങ്ങനെ പറയണം മുത്തശ്ശി. അങ്ങനെ കുറച്ച് നേരം അവരവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ, പക്ഷെ അവരതൊന്നും പറയുന്നില്ല. അങ്ങനെ അതിനുശേഷം ബാലചന്ദ്രനെ കാണാനായിട്ട് പോകുന്നുണ്ട് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചാനും കൂടി പോകുന്നുണ്ട് കേട്ടോ. അലീനയും കൂടി ചെല്ലുന്നുണ്ട്. അലീന അങ്ങനെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ കുറച്ച് നേരം അവരവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രനോട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്കിൾ ഞങ്ങൾ ചേച്ചിയെ കൊണ്ടുപോയിക്കോട്ടെ, ചേച്ചിയെ കൊണ്ടുപോകാനാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കൊണ്ടുപോകുമോ, അതിനെന്താ കുഴപ്പം, പക്ഷേ എന്നെയും കൂടി കൊണ്ടുപോവേണ്ടി വരും, ഞാനും കൂടി നിങ്ങളുടെ കൂടെ വരും എന്നൊക്കെ പറയണം. അതൊരു തമാശ രീതിയിൽ അങ്ങനെ എടുക്കുകയാണ്. പക്ഷേ താഴെ നിന്നിട്ട് വൈജ തീരുമാനിച്ചേക്കാണ് ഇവരുടെ കൂടെ പറഞ്ഞയക്കണമെന്നുള്ളത്. അങ്ങനെ ഗ്രേസമ്മയും മാമച്ചാനും രേവതിക്കുട്ടിയൊക്കെ അലീനയൊക്കെ ആയിട്ട് ബാലചന്ദ്രനൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം താഴേക്ക് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വൈദ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇനി ഇവിടെ നീ നിൽക്കേണ്ട, ഏതായാലും ഇവർ നിന്നെ കൊണ്ടുപോകാൻ വന്നതല്ലേ, നീ ഇവരുടെ കൂടെ പൊക്കോ എന്നൊക്കെ പറയണം. അങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കണം. അപ്പോൾ അലീന ഗത്യന്തരമില്ലാതെ ഒരുപാട് വാക്കുകൾ അലീനയും അങ്ങോട്ടേക്ക് പറയുന്നുണ്ട്. ഗ്രേസമ്മയും നല്ല മറുപടി വൈജയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈജയുടെ ഓരോ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട്, ഇത്രയും നല്ലൊരു മോളെ നിങ്ങൾക്ക് ജന്മത്ത് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു മോളോ, ഇവളെപ്പോലൊരു മോള് എനിക്ക് ജനിക്കാതിരുന്നത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അലീനയോട് ഇവരുടെ കൂടെ പോകാനൊക്കെ പറഞ്ഞിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തെടുത്ത് വരാൻ പറയുകയാണ്. അലീന പോയിട്ട് റെഡി ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയോടൊക്കെ യാത്ര പറഞ്ഞ് വരികയാണ്. ഭയങ്കര സങ്കടമായിട്ടാണ് വരുന്നത് കേട്ടോ.
അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ മുകളിൽ വരുന്നത് കേട്ടോ. അവിടെ എന്താണ് അലീന നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അലീന ഇവിടെ നിന്ന് പോവാണ്. ആരോട് ചോദിച്ചിട്ടാണ് അവൾ ഇവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കേണ്ട, ഇവളിവിടെ നിന്ന് പറഞ്ഞേക്കാൻ എനിക്ക് ഇവളുടെ മാത്രം സമ്മതം മതി എന്ന് പറയണം. ആണോ അലീന, നിനക്ക് ഇവിടെ നിന്ന് പോകാൻ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകാം സാർ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അലീന ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ തീരുമാനിച്ചോളാം ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയണം വൈജ. അപ്പോൾ പറയുന്നുണ്ട് നീ കൊല്ലപ്പള്ളിയിൽ പോയിട്ട് തീരുമാനിച്ചോ, ഇവിടെ വെച്ച് തീരുമാനങ്ങൾ എടുക്കണ്ട എന്ന് പറയണം. അലീന ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകുന്നില്ല എന്നിങ്ങനെ പറയാം. അപ്പോൾ അലീന ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അലീനയ്ക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ എന്നോട് വന്ന് യാത്ര പറഞ്ഞിട്ട് നീ പൊക്കോ, കൂടെ രേവതിക്കുട്ടിയും കൂടി കൂട്ടിയിട്ട് മുകളിലേക്ക് പോരും എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് വിളിപ്പിക്കുകയാണ് രേവതിക്കുട്ടിയും അലീനയും. അങ്ങനെ അവിടെ മുകളിലേക്ക് എത്തുന്ന സമയത്ത് രേവതിക്കുട്ടിയോടും അലീനയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോവാൻ നീ ചേച്ചിയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെ സാർ, അതേ അങ്കിൾ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാണ് രേവതിക്കുട്ടി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ശരി കൊണ്ടുപോക്കോ, പക്ഷേ അതിന് മുൻപ് എനിക്ക് നിങ്ങളിൽ നിന്നൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ അലീനയോട് കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി നിന്നോട് ഇപ്പോൾ എനിക്ക് പറയണം എന്ന് പറയാട്ടോ. അപ്പോൾ എന്താ അത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് ആ വോയിസ് റെക്കോർഡ് ഉണ്ടല്ലോ അത് കേൾപ്പിക്കുകയാണ് രേവതിക്കുട്ടീനെയും അലീനയും. അവർ രണ്ടുപേരും അത് കേട്ടിട്ട് ആകെ ഷോക്കായി പോകട്ടോ. ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടാളും. എന്നിട്ട് ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇവളെ പിടിച്ച് നിർത്തിയേക്കുന്നത്, ഇനിയും നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നത് ഇല്ല എനിക്ക് പോവണ്ട, എനിക്കിവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രനോട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല അങ്കിളെ ചേച്ചി ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മാഡം ഇങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നീ വിഷമിക്കേണ്ട, ഇവിടെ പ്രശ്നം വളരെ രൂക്ഷമാവുകയാണെങ്കിൽ ഇവളെ ഞാൻ എവിടെയാണ് എത്തിക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാം, അവിടെ ഞാൻ എത്തിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ എന്താണെങ്കിലും അലീന എല്ലാ സത്യങ്ങളും അറിയേണ്ട ബാലചന്ദ്രൻ മനസ്സിലാക്കി എന്നുള്ളത്. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പോവാമെന്ന് ഗ്രേസമ്മയും മാംചാനും പറയുമ്പോൾ ചേച്ചി വരുന്നില്ല എന്ന് പറയേണ്ട രേവതിക്കുട്ടി. വരുന്നില്ലെന്നോ, അതെന്താ? അപ്പോൾ വൈജിയും ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. പോകുന്നില്ലെന്നോ, ഇവിടുന്ന് പൊക്കോണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത്, ചേച്ചി ഇവിടെ നിന്ന് വരുന്നില്ല, ചേച്ചി ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങൾ ചെയ്യുമെന്ന് വൈജിയോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ അത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നുകയാണ് വൈജിക്ക് കേട്ടോ. വൈജി ഒരുപാട് മറുപടി പറയാൻ നിൽക്കുമ്പോൾ ഗ്രേസമിയ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണ്, ഒരു പെൺകുട്ടിയോട് എന്തെല്ലാം ദ്രോഹങ്ങൾ നിങ്ങളും നിങ്ങളുടെ മക്കളും ചെയ്തു, എന്നിട്ടും അവൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ നന്മയും അവളുടെ നല്ല മനസ്സല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും അലീന പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഗ്രേസമ്മയും രേവതിക്കുട്ടി മാംചാനും കൂടി പോവുകയാണ്. പിന്നീട് അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് അലീന സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ കുഞ്ഞ് നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ, നീ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ നിൻ്റെ അമ്മയുടെ അടുത്ത് എന്ന് പറയുമ്പോൾ അലീനെ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുക രേവതിക്കുട്ടിയെ. നീ അവളെ നോക്കണ്ട, അവളെല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിനക്ക് മാത്രമേ ഇതിനൊക്കെ സാധിക്കത്തുള്ളൂ കേട്ടോ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ വഴിയില്ല ആൻറ്റി, എനിക്കിവിടെ നിന്നല്ലേ പറ്റൂ, പക്ഷേ ഒരുപാട് ഞാൻ സഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും പോരണമെന്ന് തോന്നുകയാണെങ്കിൽ ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് നീ ഒരു കോൾ ചെയ്താൽ മതി, ഞങ്ങൾ ഇവിടെ വന്ന് നിന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ തിരിച്ചു പോവുകട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നെക്സ്റ്റ് വീക്കിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും മുഴുവൻ കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.